അതിലെ ഇന്ന് പ്രിയങ്ക ഗാന്ധി വരികയാണ്. കോൺഗ്രസിൻ്റെ UDFിൻ്റെ പ്രചരണം ടോപ്പ് ഗിയറിലേക്ക് പോകുന്നു. അവർ കൊല്ലത്ത് പോകുന്നുണ്ട്, തിരുവനന്തപുരത്ത് ചെറിയൻകീഴ് സംസാരിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് അറിയാൻ കഴിയും? തീർച്ചയായും വയനാടിന്റെ പ്രിയങ്കരി തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതാക്കളൊക്കെ വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ. പക്ഷേ പ്രിയങ്കയെ ദേശീയ നേതാവിന്റെ അപ്പുറത്തേക്കും വയനാടിന്റെ MP ആണ്. അപ്പൊ കേരളത്തിന്റെ തന്നെ പ്രതിനിധിയാണ് പ്രിയങ്ക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന തലസ്ഥാനത്ത് നിന്നാണ്. അപ്പൊ അതാണ് വിവരങ്ങൾ വരുന്നത്. ആദ്യം നമ്മൾ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. രാഹുൽ ഗാന്ധി വളരെ ആവേശഭരിതമായി നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണ പര്യടനങ്ങൾ നടത്തി, അഭിസംബോധനകൾ ചെയ്ത് സംസാരിച്ചു, സ്ഥാനാർത്ഥികൾക്കായി സംസാരിച്ചു. അപ്പൊ അതിനൊക്കെ ശേഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധി വരുമെന്നും അതേപോലെ ഇവിടുത്തെ പ്രചരണ യോഗങ്ങളെല്ലാം കൃത്യമായി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാമായിരുന്നു. അപ്പൊ അതിന്നാണ് കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്കും ഒരു അണികളുടെ ആരവങ്ങളും ചിലപ്പോ ഈ പ്രിയങ്കയെ പലരും ഇന്ദിരയോട് സാമ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം ഇന്ദിരയോടുള്ള ഒരു സ്നേഹമാണ് പ്രിയങ്കയോട് എല്ലാവരും കൊടുക്കുന്നത്. അതിപ്പോ വയനാടാണെങ്കിലും ശരി, വീടുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വീടുകളിലേക്ക് എത്തിപ്പെടാനൊക്കെ സാധിക്കുന്ന ഒരു മുഖമായിട്ടാണ് പ്രിയങ്കയെ കാണുന്നത്. അപ്പോൾ പ്രിയങ്കയെ പലരും നിങ്ങളുടെ സ്റ്റാർ ആണല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിൽ, പക്ഷെ നമുക്ക് അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ ഒരു MP ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നീട് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പ്രചരണ പര്യടനത്തിന് ഒരു ദേശീയ തലത്തിൽ ദേശീയ മുഖമായിട്ട് തന്നെ പ്രിയങ്കയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയങ്കയോടൊപ്പം ദേശീയ നേതാക്കളും വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോ അതൊരു തീർച്ചയായും എങ്ങനെയെങ്കിലും ഇത്തവണ കൈവിട്ടു പോയ ഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഒരു ശക്തമായിട്ടുള്ള പ്രചരണ രീതികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്നാണ് ആ ഒരു മാനിഫെസ്റ്റോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രകടന പത്രികയൊക്കെ അനുസരിച്ച് ഇന്ദിരാ ഗ്യാരണ്ടിയെ ഊട്ടിയുറപ്പിക്കാനാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇന്ന് തന്നെയുള്ള മാനിഫെസ്റ്റോ പുറത്തു വന്ന ദിവസം തന്നെയുള്ള വരവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി എന്താണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് നമുക്കറിയാം. കാരണം അതിന് മുൻപ് രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞതാണ് ആ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി എന്താണ്, ക്ഷേമ പെൻഷൻ 3000-ലേക്ക് ഉയർത്തുന്നത്, അതേപോലെ KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉൾപ്പെടുന്ന ആ ഒരു ഗ്യാരണ്ടി. ഇതിനു മുൻപും ഇന്ദിര സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ദിരയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ അതിൽ മോടി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം പ്രത്യേകത ഇന്ദിര ഗ്യാരണ്ടിക്കുള്ളൂ. ആ ഒരു ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതൊരു ട്രെൻഡാക്കി മാറ്റാനാണ് ദേശീയ നേതാക്കളുടെ ഒരു വരവ്. കാരണം ഇതിനു മുൻപ് അഭിസംബോധന ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികളെ പറ്റിയിട്ടും ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള നേതാക്കളെക്കാട്ടിലും ഒരുപിടി മുൻപേ ഈ ദേശീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അതിനൊരു ജനപ്രീതി കിട്ടും. അതുകൊണ്ടാണല്ലോ മോദിക്ക് ഇവിടെ ഒരു സ്വീകാര്യത ഉള്ളതും. മോദിയുടെ ഇവിടെ ഇപ്പോ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെ പറ്റി ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞാലും മോദി പറയുമ്പോൾ നമുക്കൊരു വിശ്വാസ്യതയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, അവരുടെ നേതൃത്വമാണ് പറയുന്നത്. അതേ വിശ്വാസവും അതേ സ്നേഹവും തന്നെയാണ്. അതിൽ ഒരുപിടി സ്നേഹം കൂടുതൽ, മറ്റേടത്ത് വിശ്വാസ്യതയാണെങ്കിൽ ഇവിടെ വിശ്വാസ്യതയും ഒരുപിടി സ്നേഹവുമാണ് പ്രിയങ്കയോട് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ആരവവും അതിന്റെ ഒരു ഒരുക്കങ്ങളും ഒക്കെ നമുക്ക് തലസ്ഥാനത്ത് കാണാൻ പറ്റുന്നുണ്ട്. തലസ്ഥാനത്ത് തുടങ്ങുന്ന ആ ഒരു അല്ലെങ്കിൽ പര്യടനം അങ്ങ് മലബാറിലായിരിക്കും അവസാനിക്കുന്നത്. തന്റെ മണ്ഡലത്തിലേക്ക് പ്രിയങ്ക പോകും. ഉറപ്പായിട്ടും ജനങ്ങളെ കാണും. കാരണം ഏറ്റവും കൂടുതൽ അവർക്ക് പ്രശ്നം കേൾക്കുന്നത് ചൂരൽമലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാൻ ഏറ്റവും യോഗ്യയായിട്ടുള്ളത് അവിടുത്തെ MP തന്നെയാണല്ലോ. അതെ, ഏതായാലും ചെറിയൻകീഴാണ് ആദ്യം പോകുന്നത്, പ്രിയങ്ക പോകുന്നത്. പിന്നീട് കൊല്ലത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പോകുന്നുണ്ട്. പിന്നീട് വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ മണ്ഡലത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു പ്രിയങ്ക വരുന്നു. പ്രിയങ്ക വരുന്നതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. അതായത് ഇവരുടെ MLA-മാർ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആ പട്ടിക വരുമ്പോൾ തന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ എന്തൊക്കെ രീതിയിലുള്ള അപവാദങ്ങൾ വന്നോ അവരെല്ലാം അവർ പൂർണ്ണമായി മാറ്റി നിർത്തുന്ന രീതിയിലേക്കാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ പുറത്താക്കി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന രീതിയിൽ ഒരു ഇത് കൂടെ ഉണ്ട്. പ്രിയങ്ക വരുമ്പോൾ അതിന് അങ്ങനെ മുന്നണികൾ ആ കാര്യത്തിൽ, കാര്യം ഭരണപക്ഷത്തിരിക്കുന്നവർ ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ അറസ്റ്റിലായതും ഭരണമില്ലാത്തത് കൊണ്ടും വിളിച്ചു പറഞ്ഞ് തന്നെ ബ്ലോക്ക് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടും പോലീസ് നിഷ്പക്ഷമായി ഇടപെട്ടത് കൊണ്ടാണ് എന്നും വാർത്തയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുറമേനി അല്ലാതെ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ഇരകളോട് യാതൊരു, അതായത് അതിജീവിതകളോട് യാതൊരു ആഭിമുഖ്യവും ഇല്ല എന്ന്
പറഞ്ഞു വെക്കുകയാണ്. അവിടെയാണ് ഇവിടെ പ്രിയങ്ക വരുമ്പോൾ സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം കോൺഗ്രസിനുണ്ട് എന്ന് കാണിക്കാൻ അവരുടെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ പോലും അവരത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത്, AICCയുടെ വക്താക്കളായിട്ട് ആൾക്കാർ കൂടെ പ്രിയങ്കയോടൊപ്പം വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് വിരലിലെണ്ണാവുന്ന അത്ര മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ ഭരണം. ഇപ്പൊ കർണാടക ഇതിനേക്കാൾ പ്രയാസമായിരുന്ന സ്ഥലത്താണ് കർണാടക ഒരു ഭരണത്തിലേക്ക് എത്തിയത്. അപ്പോൾ രാജസ്ഥാനിലെ ഒരു ഭരണത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ ഇവരുടെ ഒരു തീവ്ര ശ്രമമാണ്. കാര്യം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കോൺഗ്രസിന് അതിൽ കേരളം കൂടെ ചേർക്കേണ്ടത് AICCയുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതുകൊണ്ടാണ് AICC നേതാക്കൾ ഒരു വേള അത്ര കണ്ട് ആത്മാർത്ഥതയോടുകൂടി കേരളത്തിൽ വരുന്നത്. ഇങ്ങനെ കേരളത്തിൽ അതിനുവേണ്ടി വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് തന്നെ കാശ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ശിവകുമാറൊക്കെ കാശ് ഇറക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ കേരളത്തിൽ അവരുടെ അതിജീവനമാണ്. മറിച്ച് ഭരണപക്ഷത്താണെങ്കിൽ CPM-നാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ട്രെൻഡ് സൃഷ്ടിക്കുക, അത് തന്നെയാണ് ഈ ദേശീയ നേതാക്കൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഇപ്പോൾ മോദി വരുന്ന സമയത്താണെങ്കിൽ ഒരു BJP ട്രെൻഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇവിടെ ജയിക്കും അല്ലെങ്കിൽ നമ്മൾ ഭരണത്തിലെത്തും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ദേശീയ നേതാക്കൾ കോൺഗ്രസിന്റെ വരുന്ന സമയത്തേക്ക് അണികൾക്ക് ആവേശം പ്രവർത്തിക്കും, ഒരുപാട് ആവേശത്തിൽ പ്രവർത്തിക്കും. അതേപോലെ ആ ഒരു തലസ്ഥാനം തൊട്ട് ദേശീയ നേതാക്കൾ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്ന രീതിയല്ല, അവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്തുക, ആ ജനങ്ങളിലേക്ക് എത്തുന്ന വഴി പ്രവർത്തകരെ വീണ്ടും ഇവർ പോയി കഴിഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന രീതിയല്ല. ഈ തിരഞ്ഞെടുപ്പ് ദിവസം വരെ ആ ഒരു ഊർജത്തിൽ അവസാന ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ദിവസം മതി അല്ലെങ്കിൽ ഒരു നിമിഷം മതി വോട്ടുകൾ മറിയാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അത്തരത്തിലുള്ള സർപ്രൈസിങ് കാര്യങ്ങൾ മുന്നിൽ വെച്ചത് കൊണ്ടാണ് ഇവരൊക്കെ വരാൻ പോകുന്നത്. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് തോന്നും ഒരു മാറ്റം അനിവാര്യമാണ്. ആ ഒരു മാറ്റം ഇവർ കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ഇവർ എടുക്കുന്നത് കൊണ്ട് വിഷയമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ പിന്നീട് ജനങ്ങളെ സംബന്ധിച്ച് ഇത്ര വർഷമായി ഇവരുടെ വർക്ക് ചെയ്യുന്നതല്ലേ, അത് തന്നെയാണ് മിക്ക ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നത്. ഇത്ര വർഷത്തോളം അവരുടെ വർക്ക് ചെയ്തില്ലേ, നീണ്ട 10 വർഷം അവർ ഭരിച്ചത് കൊണ്ട് തന്നെ ഒരു മാറ്റം അനിവാര്യമാണ്. ഒരു 5 വർഷം 10 വർഷമായിട്ടൊക്കെ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, മണ്ഡലങ്ങളിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊരു മാറ്റം എന്ന രീതിയിലാണ് ജനങ്ങൾ മാറി ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഈ പ്രവർത്തകർക്ക് ആവേശം ഏകാൻ ഉള്ള രീതിയാണ്. അതെ, പ്രവർത്തകരുടെ ആവശ്യം ജനങ്ങളിലേക്ക് എത്തുക, ജനങ്ങൾ അത് തന്റെ വോട്ടുകളായി രേഖപ്പെടുത്തി ഒരു ദേശീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിന് കേരളത്തിൽ ജയം വളരെ തിരിച്ചു വരിക. ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് ഇവർക്ക് നമ്മള് ലോക്സഭകളിലൊക്കെ കണ്ട പോലെ ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഈ MLA-മാരെ ലെജിസ്ലേറ്റീവിലൂടെ ഈ തിരഞ്ഞെടുപ്പിലും എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് ഇപ്പോ പ്രകടന പത്രിക അനുസരിച്ചുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി വന്ന് ഈ പാട്ട് പാടിയല്ലോ, സ്വർണം കട്ടതാരാണെന്നുള്ളത്. അതിന് മറുപടിയായി ബൃന്ദ കാരാട്ടായിരുന്നു അവരുടെ പ്രതിനിധിയായിട്ട് തിരിച്ചു മറുപടി കൊടുത്തത്. ഇനി പ്രിയങ്ക അത് ഉന്നയിച്ച് സംസാരിക്കുമോ? ഇനി വയനാട് പോകുമ്പോൾ ചൂരൽമല വിഷയം അതായിരുന്നു ഇവർ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിദ്ദിഖിന് വേണ്ടിയിട്ട് പോകുമായിരിക്കും, കാരണം അവിടുത്തെ MLA ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയങ്ക അവിടെ പോവുകയാണെങ്കിൽ ഇതിനുള്ള ഉത്തരം പ്രിയങ്ക ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ഇതിനു മുൻപ് ഇവിടുന്ന് ഒരു മനുഷ്യൻ ജോഡോ യാത്രയിലൂടെ, ഭാരത് ജോഡോ യാത്രയിലൂടെ അങ്ങ് കന്യാകുമാരി മുതൽ വടക്കേ അറ്റം വരെ അങ്ങ് സഞ്ചരിച്ചതിന്റെ ഒരു വോട്ട് പങ്ക് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷം 100 സീറ്റ് ആയത് തന്നെ അതിന്റെ ഒരു വോട്ട് പങ്ക് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെ ഒരു പ്രിയങ്ക ഇമ്പാക്ട് അത് ഇവിടെ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്, അതൊരു ഇമ്പാക്ട് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം എന്താണ് പ്രിയങ്ക സംസാരിക്കാൻ പോകുന്നത്, തലസ്ഥാനത്തിന്റെ പ്രിയങ്കരിയാകുമോ എന്ന് നമുക്ക് നോക്കണം.